ഹലോ, അപ്പം നിൽക്കുന്ന കുറച്ച് പുത്തൻ സിനിമ വിശേഷങ്ങളായിട്ടാണ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ എന്ന അടുത്ത സിനിമ അപ്ഡേറ്റിൽ കണ്ടുപിട്ടാൻ സാധിക്കും. ആദ്യത്തെ കളക്ഷൻ അപ്ഡേറ്റ് ഒന്നല്ല, ആദ്യത്തെ തന്നെ ഒരു സിനിമ അപ്ഡേറ്റ് ആണ്. നമ്മുടെ രജനികാന്ത് അതുപോലെ തന്നെ ലോകേഷ് കനകരാജ് കോമ്പോയിൽ വരാൻ പോകുന്ന സിനിമയാണ് കൂലി എന്ന് പറഞ്ഞ സിനിമ. ജൂലൈ മാസമാണ് സിനിമ ഷൂട്ട് തുടങ്ങാൻ പോകുന്നത്. ജൂലൈ മാസം 5-ാം തീയതി ഹൈദരാബാദിൽ വെച്ചിട്ടായിരിക്കും സിനിമ ഷൂട്ട് തുടങ്ങാൻ പോകുന്നത്. ഓൾമോസ്റ്റ് 30 ദിവസത്തെ ഷൂട്ടാണ് ഉണ്ടാവുക. അടുത്ത അപ്ഡേറ്റ് കൽക്കി എന്ന് പറഞ്ഞ സിനിമേൻ്റെ 5 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റ് ആണ്. സിനിമ കേരള ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് ആദ്യത്തെ ദിവസം 2,86 ലക്ഷവും, അതുപോലെ തന്നെ രണ്ടാം ദിവസം 2,73 ലക്ഷവും, മൂന്നാം ദിവസം 3,11 ലക്ഷവും, നാലാം ദിവസം 4,05 ലക്ഷവുമാണ് കാണാൻ സാധിക്കുന്നത്. അഞ്ചാം ദിവസം സിനിമയ്ക്ക് 1,75 ലക്ഷവുമാണ് കാണാൻ സാധിക്കുക. അങ്ങനെ 5 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിന് 14,50 ലക്ഷവുമാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഒരു സൂപ്പർ ആയ ഒരു മൺഡേ തന്നെയാണ് സിനിമയ്ക്ക് കളക്ഷൻ ആയിട്ട് കാണാൻ സാധിക്കുന്നത്. തിങ്കളാഴ്ച ആയിട്ട് പോലും സിനിമയ്ക്ക് 1 കോടിയുടെ അടുത്തെങ്ങാണ്ടാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. എന്തായാലും വേൾഡ് വൈഡ് കളക്ഷനൊക്കെ ഓൾമോസ്റ്റ് 500 കോടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്തായാലും പ്രഭാസ് അണ്ണനാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ 500 കോടി സിനിമകൾ ക്ലോസ് ചെയ്ത സിനിമയിൽ 2ാം സ്ഥാനം നേടിയെടുത്തിരിക്കുന്നത്. അമീർ ഖാനാണ് വേല നിൽക്കുന്നത്. കൺകുവ, ശിവന്റെ ടീമിന്റെ ഒരു സിനിമയാണ് കൺകുവ എന്ന് പറഞ്ഞ സിനിമ. ശിവന്റെ പണ്ടത്തെ സിനിമ ഒക്കെ നോക്കുകയാണെങ്കിൽ വൻ ദുരന്തമാണ്. എന്നാൽ പോലും ഈ സിനിമ അത്യാവശ്യം വലിയൊരു ക്യാൻവാസിലാണ് വരുന്നത്. കൺകുവ എന്ന് പറഞ്ഞ സിനിമേന്റെ 100 ദിവസത്തെ ഒരു പോസ്റ്ററും ഒരു മോഷൻ പോസ്റ്റർ വീഡിയോയും ടീം പുറത്തിറക്കിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് സിനിമയുടെ ഭാഗത്ത് ഓരോ അപ്ഡേറ്റ്സും ഇനി വരുന്ന ദിവസങ്ങൾ പ്രതീക്ഷിക്കാൻ സാധിക്കും. ശങ്കറിന്റെ ഒരു കംബാക്ക് തന്നെ ആയിരിക്കും നമ്മുടെ 2.0 എന്ന ഒരു സിനിമയ്ക്ക് ശേഷം. നമ്മുടെ ശങ്കറിന്റെ പുതിയ സിനിമയാണ് ഇന്ത്യൻ 2 എന്ന് പറഞ്ഞ സിനിമ. ഇനി വെറും 10 ദിവസം കൂടിയേ ഉള്ളൂ നമ്മുടെ ഇന്ത്യൻ 2 എന്ന സിനിമ തിയേറ്റർ റിലീസിനായിട്ട്. കമലഹാസൻ പല വേഷങ്ങളിൽ വരാൻ പോകുന്ന സിനിമയും കൂടിയാണ് ഇന്ത്യൻ 2 എന്ന സിനിമ. ജൂലൈ 12-നാണ് തിയേറ്റർ റിലീസിന് കൊണ്ടുവരുന്നത്. ഗോകുലം മൂവീസാണ് സിനിമ കേരളത്തിന് ഡിസ്ട്രിബ്യൂഷന് കൊണ്ടുവരുന്നത്. നിഖില വിമൽ, ഉണ്ണി മുകുന്ദൻ എന്നിവരെയൊക്കെ ഒന്നിക്കുന്ന സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറഞ്ഞ സിനിമ. സിനിമ ഫസ്റ്റ് ലുക്ക് ഇനി അടുത്ത് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞൊരു പോസ്റ്ററിൽ. അതേപോലെ വന്നിരിക്കുകയാണ്. സംവിധാനം ചെയ്യാൻ പോകുന്നത് വിനയ് ഗോവിന്ദ് ആയിരിക്കും. എന്തായാലും നല്ലൊരു കിടിലൻ പോസ്റ്റർ തന്നെയാണ്. സ്പേംസും അതുപോലെ തന്നെ നമ്മുടെ നിഖില വിമൽ, ഉണ്ണിമുകുന്ദൻ എന്നിവർക്ക് ഒന്നിച്ചിരിക്കുന്ന ഒരു സെൽഫി പിക്ചറാണ് ഇവർ പോസ്റ്ററായിട്ട് പുറത്തിറക്കിയിരിക്കുന്നത്. എന്തായാലും നല്ലൊരു ഫസ്റ്റ് ലുക്ക് തന്നെയാണ്. അടുത്ത അപ്ഡേറ്റ് ഒരു കിടിലൻ അപ്ഡേറ്റ് തന്നെയാണ്. നമ്മുടെ മഹേഷ് അണ്ണൻ്റെ 29ാമത്തെ സിനിമേൻ്റെ അപ്ഡേറ്റ് ആണ്. സിനിമയിൽ നമ്മുടെ രാജുവേട്ടൻ അല്ലെങ്കിൽ പൃഥ്വിരാജേട്ടനാണ് സിനിമയിൽ വില്ലനായിട്ട് വരാൻ പോകുന്നത്. മഹേഷ് ബാബു ആയിരിക്കും സിനിമ നായകനായിട്ട് അഭിനയിക്കാൻ പോകുന്നത്. SS രാജമൗലി ആയിരിക്കും ഈ സിനിമ ഡയറക്ഷൻ ചെയ്യാൻ പോകുന്നത്. എന്തായാലും കിടിലൻ അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ സൽമാൻ ഖാൻ കമലഹാസൻ കോംബോ വരാൻ പോവുകയാണ്. സിനിമയുടെ ഡിസ്കഷൻ കറൻലി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അറ്റ്ലി ആയിരിക്കും സിനിമ ഡയറക്ഷൻ ചെയ്യാൻ പോകുന്നത്. റീസെൻ്റ്ലി ആയ അപ്ഡേറ്റ് അനുസരിച്ച് സൺ പിക്ചേഴ്സ് ആയിരിക്കും സിനിമ നിർമ്മിക്കാൻ പോകുന്നത്. നമ്മുടെ കമലഹാസൻ സിനിമയിൽ പ്രധാനപ്പെട്ട വേഷത്തിലേക്ക് വരാൻ ചാൻസ് കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സൽമാൻ ഖാനും സിനിമയിലും ഒരു നായകനായിട്ട് വരാൻ പോകുന്നു കേൾക്കാൻ സാധിക്കും. സിനിമയുടെ ഷൂട്ട് എന്തായാലും ഈ വർഷം ഏർലിയർ ആയിട്ട് തുടങ്ങുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. ഒരു മൾട്ടി സ്റ്റാർ സിനിമ നമുക്ക് അറ്റ്ലീൻ്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കും. ധനുഷിൻ്റെ തിയേറ്റർ റിലീസിന് വരാനിരിക്കുന്ന സിനിമയാണ് നമ്മുടെ റയാൻ എന്ന സിനിമ. അതിനുശേഷം വരാനിരിക്കുന്ന ഒരു സിനിമയാണ് കുബേര എന്ന് പറഞ്ഞ സിനിമ. സിനിമേൻ്റെ അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. ജൂലൈ മാസം 5-ാം തീയതി നമ്മുടെ ധനുഷിൻ്റെ കുബേര എന്ന സിനിമേൻ്റെ ഒരു ക്യാരക്ടർ വീഡിയോ പുറത്തിറങ്ങും. ധനുഷിൻ്റെ അല്ല, രശ്മിക മന്ദാനേൻ്റെ ഒരു ക്യാരക്ടർ വീഡിയോയും പുറത്തിറങ്ങാൻ പോകുന്നു ജൂലൈ മാസം 5-ാം തീയതി നമ്മുടെ കുബേര എന്ന സിനിമേൻ്റെ ഭാഗത്ത്. എന്തായാലും കിടിലൻ ക്യാരക്ടർ വീഡിയോനായിട്ട് കാത്തിരിക്കാം. വിജയ് സേതുപതിൻ്റെ പുതിയ സിനിമയെ കുറിച്ചൊരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. എതിർക്കും തുനിന്തവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂര്യൻ്റെ സിനിമ ഉണ്ടായിരുന്നു. ആ സിനിമയ്ക്ക് ശേഷം നമ്മുടെ പാണ്ഡ്യരാജ് നമ്മുടെ വിജയ് സേതുപതി ആയിട്ടായിരിക്കും വരാൻ പോകുന്നത്, ഡയറക്ഷൻ ചെയ്യാൻ പോകുന്നത്. നിത്യ മേനോനായിരിക്കും സിനിമയിൽ ഹീറോയിനായിട്ട് വരാൻ പോകുന്നത്. ടോക്ക് അങ്ങനെയാണ് നടക്കുന്നത്. പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് സത്യജ്യോതി പ്രൊഡക്ഷൻ കമ്പനി ആയിരിക്കും. എന്തായാലും ഇതൊരു ബിഗ് ബഡ്ജറ്റ് സിനിമ എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് ലാസ്റ്റത്തെ അപ്ഡേറ്റ് ആണ്. തലപതി അണ്ണൻ്റെ അവസാനത്തെ സിനിമ, അതുപോലെ തന്നെ അവസാനത്തെ അപ്ഡേറ്റ് ഈ വീഡിയോ അല്ലേ. തലപതി അണ്ണൻ്റെ 69ാം സിനിമേൻ്റെ കുറിച്ച് വലിയൊരു അപ്ഡേറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. ഡയറക്ഷൻ ചെയ്യാൻ പോകുന്നത് H വിനോദാണ്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ സിനിമകളിലൊക്കെ ഡയറക്ഷൻ വൻ തോൽവിയാണ്. എന്നാൽ പോലും ഈ സിനിമയിൽ ഒരു കംബാക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. തലപതി അണ്ണൻ, സമന്ത എന്നിവരൊക്കെ സിനിമയിൽ വീണ്ടും ഒന്നിക്കാൻ പോവുകയാണ്. ഒരു കിഡിലൻ കോംബോ. മെർസലൊക്കെ നമുക്കറിയാം ഇവർ രണ്ടുപേരും ഒന്നിച്ച എന്താണ് ഒരു കോംബോ എന്ന്. എന്തായാലും ഈ 2 ജോഡികൾ ഒന്നിക്കാൻ പോവുകയാണ് സിനിമയിൽ കാസ്റ്റ് ആയിട്ട്. മ്യൂസിക് കമ്പോസ് ചെയ്യാൻ പോകുന്ന അനിരുദ്ധ. ലാസ്റ്റ് ഡാൻസ് എന്തായാലും സൂപ്പർ ആവുന്നു, ഓൾമോസ്റ്റ് കൺഫേം ആയിരിക്കുകയാണ്. പ്രൊഡക്ഷൻ ചെയ്യാൻ പോകുന്ന KVN പ്രൊഡക്ഷൻ കമ്പനി ആയിരിക്കും, അതുപോലെ തന്നെ തലപതിയും. എന്തായാലും നമുക്ക് സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റ്സ് കാത്തിരിക്കുന്നത് ചെയ്യാം. ഇതുപോലെ സിനിമ വിശേഷങ്ങൾക്കായിട്ട്